ഒരു ചെറിയൊരു സംഭവം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വേറൊന്നുമില്ല, ചില ഫ്രണ്ട്സ് ഉണ്ട് എന്ത് കൊടുത്താലും നമ്മളിപ്പോൾ അങ്ങോട്ട് സ്നേഹം കൊടുക്കുന്ന പോലെ ഇങ്ങോട്ട് സ്നേഹം നിറ സ്നേഹം എന്നല്ല, ബെസ്റ്റ് ഫ്രണ്ടിന് എന്താണോ കൊടുക്കുന്നത് അത്രയും സഹായങ്ങൾ ചെയ്തു. ഇന്നലെ നമുക്ക് അതാ മനസ്സിലായി. ഒരു പ്രിയപ്പെട്ട എനിക്ക് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാനായിട്ട് മലയാളികളും ഹിന്ദി ആയാലും തമിഴായാലും ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാൻ രണ്ട് മലയാളി ഒരു തെലുങ്ക് എന്നാണ് പറയുന്നത്. മലയാളത്തിൽ ടൈപ്പ് ചെയ്യുന്നുണ്ട്. ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാൻ ഇവർ മൂന്നാളായിട്ടുണ്ട് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഒന്ന് മഹിജിത്ത് ബ്രോ, രണ്ടാമത് ഡാഡി എന്ന് പറഞ്ഞിട്ട് ഒരു ചങ്ങായി. ഞാൻ ഒരിക്കൽ കാറ് ശരിയാന്ന് നോക്കിയ ചങ്ങായി. മൂന്നാമത് എന്ന് പറയുന്നത് ആ ചങ്ങായിൻ്റെ ഇത് ഞാൻ ഏതാ ഇതെന്ന് കാണിച്ചില്ല, നെയിം ഏതാ ഐഡിയ ഏതാന്ന് കാണിച്ചില്ല. മൂന്നാമത് എന്ന് പറയുന്നത് മലയാളി ബു. ഇവരാൻ ഒരിക്കലും മറക്കും. കുറേ മലയാളി ഫ്രണ്ട്സ് ആയിട്ടുണ്ട്, പക്ഷെ അവരൊന്നും ഇതേപോലെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നില്ല. സംഭവം ഞാൻ അങ്ങോട്ട് ചെയ്തു കൊടുക്കൂ, ബട്ട് അങ്ങോട്ട് ചെയ്തു തരുന്നില്ല. ചില സമയത്ത് ഇവർ എന്തെങ്കിലും സിറ്റുവേഷനോ ഫങ്ഷനോ ഉണ്ടാകുമ്പോൾ വേറെ ആരും എനിക്ക് ചെയ്യാനുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവരോട് പറയുന്നത്. അന്നേരം ഇവർക്ക് സഹായിക്കാൻ താല്പര്യമില്ല. റൈസ് ഇൻ വിൻമി എന്ന് പറയുമ്പോൾ നോ എന്നാണ് പറയുക. അവർക്ക് ചെയ്തു കൊടുക്കുള്ളൂ, പക്ഷെ അവരെന്ത് ചെയ്യുന്നില്ല. ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാനുണ്ടെങ്കിൽ ഇവരെ മൂന്ന് പേരെയും ഞാൻ ഒഴിച്ചിട്ട് ഞാൻ പറയും. ഇപ്പോൾ ആ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ പേര് ഇവിടെ നടുക്കു കൊടുക്കും. മൂന്നാൾ. മറ്റേ കാറിൽ തന്നെ ഞാൻ ഡാഡിന്ന് ഓർത്തത് ഡോർ ഓർക്കുന്ന വിൻഡോയിമില്ല. അത് ഞാനിപ്പോൾ മുന്നിലെ നടുക്ക് സെൻറ്ററിൽ കൊണ്ടുപോയി പേര് ഞാൻ വെക്കും. കാരണം ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല. ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം ആ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് ബെസ്റ്റ് ഫ്രണ്ട്. എനിക്ക് ചില സമയത്ത് ഇവരെ സഹായിക്കൽ, ഇവരെ സ്നേഹം കാണുമ്പോൾ എനിക്ക് കണ്ണുനീര് വന്നു ചില സമയത്ത്. കാരണം ഇതുവരെ എനിക്ക് മറക്കാൻ പറ്റാത്ത ഇത്രയും വലിയ എക്സ്പീരിയൻസ് എൻ്റെ മുന്നിൽ. ഇത്രയും വലിയ എക്സ്പീരിയൻസ് ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല. അന്ന് കണ്ണുനീര് വന്നു, ഒരിക്കലും മറക്കാൻ പറ്റില്ല. അത്രയ്ക്ക് സ്നേഹം ഇവർക്ക്. എന്നോടും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന സ്നേഹം അത്രയും വലിയ സ്നേഹമാണ്. ഇതിപ്പോൾ ഒരാൾക്ക് ആ വണ്ടി എൻ്റെ അതേപോലെ പണി ഞാൻ ശരിയായി കൊടുത്തു. പക്ഷേ എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ ഫ്രണ്ട്സ്, അതും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിന് തന്നെ LC ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വണ്ടി ഒരാക്കിയിട്ട് കൊടുത്തു. അതേപോലെ കൊടുക്കും. ഞാൻ ഫ്രണ്ട്സിനെല്ലാം ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നതായിരിക്കും. ചില പറയല്ലോ, ഒരിക്കലും ബെസ്റ്റ് ഫ്രണ്ടിനെ കിട്ടി നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല, ഒരിക്കലും മറന്നു പോകാൻ പാടില്ല, ഒരിക്കലും ഇതാകാൻ പാടില്ല. ഇപ്പോൾ ജോയിൻ ആയിട്ടുണ്ട്. ആ ജോയിൻ ആയ ചെങ്ങായിനോട് ടാസ്കിൻ്റെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് രണ്ടൊക്കെ പരസ്പര ടാസ്ക് ഉണ്ട്. ചങ്ങായി ഇതുവരെ റിപ്ലൈ ഒന്നുമില്ല. ചിലപ്പോൾ ലെഫ്റ്റ് അടിച്ച് പോയതായിരിക്കും. ഒരിക്കലും കൂടെ ഞാൻ ചോദിക്കുന്നതായിരിക്കും. റിപ്ലൈ ആണെങ്കിൽ വിട്ടേക്ക് റിമൂവ് ആക്കി വിടുന്നു. ഇവരെല്ലാം വെറുതെ സ്റ്റോറേജ് കൂട്ടിയിട്ട് അതിൻ്റെ ഇത് പോകുന്നല്ലാണ്ട് ചെറിയ ആളെ ഫ്രണ്ടാക്കാൻ കഴിയില്ല. ബെസ്റ്റ് ഫ്രണ്ടിനെ കിട്ടുമ്പോൾ ഒരിക്കലും ഞാൻ ഒരാളെയും മറക്കില്ല. കാരണം എൻ്റെ എക്സ്പീരിയൻസ് ഏറ്റവും ഇത്രയും ബെസ്റ്റ് ഫ്രണ്ടായ ഇത് അവിടെ നിങ്ങളോട് എല്ലാവരും പറയുന്നുണ്ട്. ഒരിക്കലും ബെസ്റ്റ് ഫ്രണ്ടിനെ കിട്ടി നമ്മൾ മറക്കാൻ പാടില്ല. ഒരിക്കലും ഒരാളെയും നമ്മൾ മറക്കാൻ പാടില്ല. കാരണം അവർ അത്രയും വേണ്ടപ്പെട്ടായിരിക്കും. എന്ത് സഹായത്തിന് എന്തിനും കൂടെ നിന്നേരും. എന്ത് കാര്യം എന്തിതുണ്ടെങ്കിലും കൂടെ നിന്നേരും. അത്രക്കും ഇതാ. നമ്മൾ ഒരിക്കലും ഒരാളെയും മറക്കാതെ ബെസ്റ്റ് ഫ്രണ്ടിനെ കിട്ടാൻ നമ്മൾ
ബെസ്റ്റ് ഫ്രണ്ടിനെ നമ്മൾ കിട്ടിയ ഒരിക്കലും നമ്മൾ റിമൂവ് ആക്കുക, എന്ത് ദേഷ്യം വരുമ്പോൾ റിമൂവ് ആക്കുക, ഒരിക്കലും അങ്ങനെ ഒന്നും ചെയ്യാറ്. എപ്പോഴും നമ്മളെ ബെസ്റ്റ് അവരോട് പറയുക, അത്ര ചെയ്യും. അവർ ചിലപ്പോൾ ഓരോ സിറ്റുവേഷനിലാകുമ്പോൾ ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നമ്മളിപ്പോൾ ചില സമയത്ത് ഓരോ ടാസ്ക് കംപ്ലീറ്റ് ആയില്ലെങ്കിൽ ചിലപ്പോൾ ആ ദേഷ്യത്തിലെ ഫ്രണ്ട് എന്നാൽ നീ ജോയിൻ ആകത്തെ എന്നെ ഇതാത്ത അതിനെ റിമൂവ് ആക്കുന്നതിനെ ഇതാക്കുന്ന എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മളിപ്പോൾ റിമൂവ് ആക്കുമായിരിക്കും. അങ്ങനെ ഒരിക്കൽ സംഭവിച്ചിന്, പക്ഷെ റിമൂവ് ആൻ ചെയ്തില്ല. ചങ്ങായിനോട് ഇങ്ങനെ പറഞ്ഞു എൻ്റെ വിഷമം കൊണ്ടാണ് റേസിങ്ങിൻ്റെ ഇത് കൊണ്ട എന്നെന്താ പറഞ്ഞത്. എന്നോട് തിരിച്ച് തന്ന റിപ്ലൈ എന്താണെന്നറിയാമോ? ഞാനിപ്പോൾ കാർ കൊടുത്ത് ചങ്ങായിക്ക് ആ ചങ്ങായിൻ്റെ എല്ലാം ഞാൻ കാണിച്ചത്. ആ ചങ്ങായി പറഞ്ഞില്ല സംഭവം എനിക്കറിയാം, ഞാനൊരിക്കലും ഇന്നെ ഒറ്റക്കാക്കാറില്ല, എന്തിനും ഞാൻ കൂടെ നിന്നിട്ടുണ്ട്, അതുകൊണ്ട് ഒരിക്കലും ഞാൻ മറക്കാറില്ല, ഇങ്ങനെയാണ് പറഞ്ഞത്. കാരണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഓരോ സിറ്റുവേഷനിൽ ചിലപ്പോൾ ഫ്രണ്ട് ചിലപ്പോൾ പെട്ടെന്ന് മട്ടന് പോകേണ്ടി വരുമ്പോൾ ബാക്ക് അടിച്ച് പോകേണ്ടി വരും. ഒരിക്കലും ദേഷ്യപ്പെടാനോ ചൂടാനോ നിൽക്കരുത്. നമ്മളെ വിഷമങ്ങൾ പറയാം, അന്നേരം കിട്ടുന്ന സമയത്ത് ബെയിൻ ജോയിൻ ആയിട്ട് നമ്മളെ ടാസ്ക് ആയാലും എന്തായാലും സഹായിക്കുന്നതായിരിക്കും. അതുകൊണ്ട് എത്തിരി പറയലോ, ഫ്രണ്ട്സായ തെറ്റിപ്പിരിയർ ഇതാറ് എപ്പോഴും നമ്മളെ കൂടെ തന്നെ നിർത്തുക. ബെസ്റ്റ് ഫ്രണ്ട് ആയവരെ മാത്രം കൂടെ നിർത്തുക. അതൊക്കെ ഇത്തിരി പറയലോ, അവിടെ ഫ്രണ്ടിനെ മറക്കാൻ പാടില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞിരുന്നത്. നിങ്ങൾ ഒരിക്കലും ഒരു ഫ്രണ്ടിനെ പോലും മറക്കാൻ പാടില്ല. മറ്റേ ഞാനീൻ്റെ വണ്ണ് കളിക്കുന്നതിൽ ഒരു ബ്രോ ഉണ്ടായിരുന്നു, മലയാളി പ്രോ എന്നതിനു പേര്. സംഭവം പെട്ടെന്ന് എന്നാന്നറിയില്ല, ഗെയിം കളിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി വാട്സപ്പിൽ. അപ്പോൾ മലയാളികൾ മാത്രമേ ജോയിൻ ആവുന്ന പറഞ്ഞിട്ട് ആ ഗ്രൂപ്പിൽ ഇതാക്കിയാലോ, പെട്ടെന്ന് ആഡാക്കിയാലോ ഇങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ വന്നിട്ട് എന്തെങ്കിലും ഇതാവുന്നതിൻ്റെ പേടി കാരണം ഞാൻ റിമൂവ് ആയിപ്പോയിന്. അങ്ങനെ ജോയിൻ ആയില്ല, ഇതാക്കില്ല. ജോയിൻ ആയില്ല എന്നല്ല, ചങ്ങായി ഇപ്പോൾ ബെസ്റ്റില്ല കളിക്കാൻ. എന്നാന്ന് അറിഞ്ഞൂടാ, ഏതേ സർവൈവലിൽ കളിക്കുന്നുണ്ടോയെന്ന് അറിഞ്ഞൂടാ. സംഭവം ഇങ്ങനെയാണ്. ഞാൻ പെട്ടെന്നില്ല ഒരു പേടിയും പെട്ടെന്നില്ല ഇതുകൊണ്ടോ ഗ്രൂപ്പിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തില്ല, റിമൂവ് ആയിപ്പോയി. എന്തോ പെട്ടെന്ന് എന്തോ ഒരു പേടി വന്നവരെ എന്തെങ്കിലും സിറ്റുവേഷനായി ലാസ്റ്റ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് എൻ്റെ പേരിൽ വരുമോ, ഇന്ന ചങ്ങായിനെ കൊണ്ട് ഇതാണ്ട് ആയത് എന്നൊരു ഇത് വരുമോ എന്നില്ല പേടി കാരണം ഞാൻ റിമൂവ് ആയിപ്പോയി. അല്ലാണ്ട് വേറൊന്നും കൊണ്ടല്ല, എനിക്ക് ആ ഒരു പേടി കൊണ്ട് ഞാൻ റിമൂവ് ആയിപ്പോയത്. അല്ലാണ്ട് ആ ചങ്ങാനെ മറന്നിട്ടോ ആ ചങ്ങാനെ ഇതാക്കാനോ വേണ്ടിയിട്ടോ ചങ്ങായിൻ്റെ ഒരു ഫീലാക്കാൻ വേണ്ടിയിട്ടോ ചെയ്തല്ല. സംഭവം ഇങ്ങനെയാണ്. ഓരോ ബെസ്റ്റ് ഫ്രണ്ടിനെ നമ്മൾ ഓരോരിക്കലും കൂടെ നിർത്തി ഇതാക്കണം. നമ്മൾ ഒരിക്കലും ഒരാളെയും മറന്നു പോരാ. ഇപ്പോൾ റിയലായാലും ഗെയിമിലായാലും റിയലായാലും എന്ത് കാര്യത്തിലായാലും കൂടെ നിർത്തണം. എന്തെങ്കിലും ഒരു കുഴപ്പം പറ്റിയാൽ അവിടെ ഓടിച്ചെന്നെത്തണം. കൂടെ നിർത്തണം. എന്തിത് വന്നാലും എന്ത് പ്രശ്നം വന്നാലും ലാസ്റ്റ് സഹായിക്കാൻ അവരാണ്. എന്ത് വന്നാലും അവരൊരിക്കലും ദേഷ്യപ്പെട്ട് റിമൂവ് ആക്കാൻ ഇതാക്കാൻ ഒരിക്കലും നിൽക്കരുത്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും 1000 വട്ട സോറി പറഞ്ഞ് തിരിച്ച് ഫ്രണ്ട് നമുക്ക് ഇതാക്കാവുന്നതല്ലോ. ശരിയായിരിക്കാം ഓരോ കാരണം സോറി പറഞ്ഞ് ഇതാവും. അത് ഞാൻ വീഡിയോ എടുക്കുന്നപ്പാ. അവിടെ വീഡിയോ ഇത്രയല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ല. അപ്പം ബായ്.